أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأزلفت الجنة للمتقين وبرزت الجحيم للغاوين وقيل لهم أين ما كنتم تعبدون من دون الله هل ينصرونكم أو ينتصرون فكبكبوا فيها هم والغاوون وجنود إبليس أجمعون قالوا وهم فيها يختصمون تالله إن كنا لفي ضلال مبين إذ نسويكم برب العالمين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1243 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 90 മുതൽ 98 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ വഖീല ലഹും അയ്ന മാ കുൻതും തഅബുദൂൻ من دون الله هل ينصرونكم أو ينتصرون فكبكبوا فيها هم والغاوون وجنود إبليس أجمعون قالوا وهم فيها يختصمون تالله إن كنا لفي ضلال مبين إذ نسويكم برب العالمين صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 90 മുതൽ 98 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണവും അതിനോട് സമൂഹം നടത്തിയ പ്രതികരണവും ഒക്കെ അടങ്ങിയ കാര്യങ്ങളാണ് സൂറത്ത് ശുഅറയില് നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പഠിക്കുകയുണ്ടായി. ഇന്നലെ പഠിച്ച ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില വിഷയങ്ങൾ ഒന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ചില പരാമർശങ്ങൾ ശ്രദ്ധ അർഹിക്കുന്നതായിട്ടുള്ളത് നമുക്ക് അഭിമുഖീകരിക്കാനായിട്ടുണ്ട്. ഇന്ന് വായിച്ചു വെച്ച ആ വിവരണങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും അതിനെ തുടർന്ന് വരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ വിഗ്രഹാരാധകനായ പിതാവിനോടും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ആ സമൂഹത്തോടുമൊക്കെയായി പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ആയത്തുകളിൽ കാണുകയുണ്ടായത്. എന്തുകൊണ്ടാണ് റബ്ബുൽ ആലമീനെ ആരാധിക്കുന്നതിന്, ലോകങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് ഇബ്രാഹിം അലൈഹിസ്സലാം യുക്തിപരമായ അടിത്തറ കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നതാണ്
നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആയത്തുകളിൽ ഊന്നലോടുകൂടി പ്രതിപാദിക്കപ്പെടുന്നത് കാണുകയുണ്ടായത്. റബ്ബുൽ ആലമീൻ അല്ലാത്ത ബാക്കി എല്ലാ ആരാധ്യരും ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളും ആൾദൈവങ്ങളും ഒക്കെ തന്നെ തന്റെ യുക്തിബോധത്തിനോട് തന്നെ ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്ന, തന്റെ യുക്തിബോധത്തിനും ബുദ്ധിപരതക്കും ഒരിക്കലും സ്വീകാര്യമല്ലാത്ത അബദ്ധങ്ങളാണ് എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചറിയുന്നതും ആ സമൂഹത്തോട് വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് റബ്ബുൽ ആലമീൻ മാത്രമാണ് എനിക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ളത്. റബ്ബുൽ ആലമീന്റെ കാര്യത്തിൽ മാത്രമാണ്, ലോകങ്ങളുടെ രക്ഷിതാവായ പ്രപഞ്ചങ്ങളുടെ നാഥനായ അള്ളാഹു ഒഴികെ ബാക്കിയെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ യുക്തിബോധത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന സംഗതികളാണ്. റബ്ബുൽ ആലമീനെ ഞാൻ എന്റെ ആരാധ്യനായിട്ട് കാണുന്നതിന് എനിക്കുള്ള ന്യായങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചറിയുന്നതും സമൂഹത്തോട് വെളിപ്പെടുത്തുന്നത്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദി. ഒന്നാമതായി അവനാണ് എന്നെ സൃഷ്ടിക്കുകയുണ്ടായത്, എനിക്ക് വേണ്ട ജീവിത മാർഗദർശനം നൽകുകയും ചെയ്തത് അവനാണ്. അതുപോലെ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് അന്നപാനീയങ്ങൾ നൽകുന്നത് അവനാണ്. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് രോഗവിമുക്തി നൽകുന്നത് അവനാണ്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുന്നതും വീണ്ടും എന്നെ പുനരുജ്ജീവിപ്പിക്കുന്നതും അവനാണ്. മാത്രവുമല്ല, വിചാരണയുടെയും വിധി തീർപ്പിന്റെയും നാളിൽ യൗമുദ്ദീനില് വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി, എന്റെ വീഴ്ചകളെയും പോരായ്മകളെയും ഒക്കെ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരും എന്ന വിധത്തില് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്, എന്റെ മോഹങ്ങളെ അർപ്പിക്കുന്നത് അവനിലാണ്. ആ റബ്ബ്, അങ്ങനെയുള്ള ഒരു പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ നാഥൻ, അവനെ മാത്രമാണ് എനിക്ക് ആരാധ്യനായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തനിക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ഹുക്മ്, യുക്തിബോധം നൽകണമേ എന്നും സുഹൃതവാന്മാരായ ആളുകളുടെ ചരിത്രത്തിലെ ശ്രേണിയിലേക്ക് എന്നെ കണ്ണി ചേർക്കണമേ എന്നുമൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തില്, സത്യബോധത്തിന്റെ അടിസ്ഥാനത്തില് സുഹൃതങ്ങൾ ചെയ്ത് ജീവിച്ച ആളുകൾ എല്ലാ തലമുറകളിലും ഉണ്ടായിട്ടുണ്ട്. ആ ശൃംഖലയിൽ, ആ ശ്രേണിയിൽ എന്നെ കണ്ണി ചേർക്കണമേ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന പ്രാർത്ഥന നിർവഹിക്കുന്നത്. അതുപോലെ പിന്മുറക്കാർക്കിടയിൽ ഒരു സൽകീർത്തി എനിക്കായി നീ നിലനിർത്തണമേ എന്നും ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്. വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ എന്ന് പറഞ്ഞാൽ, പിന്നീട് വരാനുള്ള തലമുറകൾക്കിടയിൽ നന്മയ്ക്ക് വേണ്ടി നിലക്കൊണ്ട, സത്യത്തിനും നീതിക്കും വേണ്ടി നിലക്കൊണ്ട ഒരു യുഗപുരുഷൻ എന്ന നിലക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ മനസ്സുകളിൽ ആ നിലക്കുള്ള ഒരു അടയാളപ്പെടുത്തൽ തന്റെ കാര്യത്തിൽ അവശേഷിപ്പിക്കണമേ എന്നും ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അനന്തരാവകാശികളിൽ തന്നെ പെടുത്തണമേ എന്നും ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. അതിനോട് ചേർത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു പ്രാർത്ഥനയും ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിക്കുകയാണ്. വഗ്ഫിർ ലി അബീ ഇന്നഹു കാന മിനൽ ളാലിൻ. തന്റെ പിതാവിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന. എന്റെ വാപ്പാക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹം പിഴച്ചവനായിരുന്നു.
ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹാരാധകനായിരുന്ന, വിഗ്രഹങ്ങൾ വിൽപ്പന ചെയ്തിരുന്ന, അതുപോലെ വിഗ്രഹ പൂജയുടെ വ്യവസ്ഥയെ താങ്ങി നിർത്തിയിരുന്ന വാപ്പ, അദ്ദേഹം പിഴച്ചവനാണ് എന്ന കാര്യത്തില് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് യാതൊരു സംശയവുമില്ല. ഇന്നഹു കാന മിനല്ലാലീൻ. പക്ഷെ അദ്ദേഹം എന്റെ വാപ്പയാണല്ലോ. അത് വലിയൊരു ദൗർഭാഗ്യമായിട്ട്, അങ്ങനെ വിഗ്രഹപൂജകനായിക്കൊണ്ട് എന്റെ വാപ്പ ജീവിതം കഴിച്ചുകൂട്ടി അങ്ങനെ മരിച്ചു പോകുന്നു എന്നത് ആരെ സംബന്ധിച്ചിടത്തോളവും വിഷമകരമായ ഒരു കാര്യമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമും അതിന് അപവാദമല്ല. എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണമേ എന്നാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വ്യവസ്ഥയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയത് പ്രകാരവും, അതുപോലെ വിശുദ്ധ ഖുർആനില് നമ്മൾ തുടർന്നുള്ള ആയത്തില് വേറെയും ചിലയിടങ്ങളിലൊക്കെ കാണുന്ന വിധത്തില്, അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ സന്നദ്ധരായിട്ടില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ നിഷേധികളായി നിലകൊള്ളുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക എന്നത് അനുവദനീയമായ ഒരു കാര്യമല്ല. അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരായ ആളുകളുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് അദ്ദേഹത്തിന്റെ പിതാവ് ലാല് ആയിരുന്നു എന്നതില് അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ എന്നിവിടെ പറയുന്നതിന് സ്വാഭാവികമായിട്ടും അദ്ദേഹം ലാലായി നിലനിൽക്കുന്ന അവസ്ഥയിൽ പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞതായിരിക്കാൻ സാധ്യത. രണ്ട് സാധ്യതകളാണ് അതിന്റെ വിശദീകരണത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആ മാനസിക വിഷമം കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കേണ് പ്രാർത്ഥിക്കുകയാണ്. അത് ഏതൊരാൾക്കും തന്റെ മാതാപിതാക്കളോട് ഉണ്ടാകുന്ന ഒരു കടപ്പാട്, അവരുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള അഭിലാഷം, ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധനാവാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അനുവദനീയമല്ല എന്ന കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹം പിന്നീട് തന്റെ നിലപാട് തിരുത്തിയതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് അതിന്റെ മുമ്പുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവിന് സന്മാർഗ ലബ്ധിക്ക് ഉപകരിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ പാകപ്പെടുത്തി കൊടുക്കണമേ എന്നും, അതിലൂടെ അദ്ദേഹത്തിന് പാപമോചനത്തിന് അവസരം ഉണ്ടാക്കണമേ എന്നും ആണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് എന്ന നിലക്ക് അതിനെ നമുക്ക് നോക്കിക്കാണാം. അതല്ലെങ്കിൽ അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധനായിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ, അദ്ദേഹത്തിന്റെ പാപമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനുവാദമില്ല എന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പഠിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് നിർവഹിച്ച ഒരു പ്രാർത്ഥനയായിട്ട് ഇവിടെ നമുക്കതിനെ കാണാം. എന്തായാലും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഏതൊരു മനുഷ്യ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വൈകാരികതയുടെ കൂടി അനിവാര്യമായ ഒരു കാര്യമാണ്. മാതാപിതാക്കള് സത്യമാർഗം സ്വീകരിച്ചവരാണെങ്കിൽ, അള്ളാഹുവിന് വിധേയപ്പെട്ടവരാണെങ്കിൽ, അവർക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വിശ്വാസികളായ എല്ലാവരും ചെയ്യേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ആ ഒരു കാര്യം പഠിപ്പിക്കുക എന്ന ഒരു സംഗതി ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരിക്കലും തന്നെ തന്റെ വിഗ്രഹാരാധകനായ വാപ്പായെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുടെ കാര്യത്തില് അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇവിടെ പറയുന്നത് ഇന്നഹു കാന മിനല്ലാലീൻ, അദ്ദേഹം പിഴച്ചവൻ തന്നെയായിരുന്നു, പിഴച്ചവരുടെ കൂട്ടത്തിലായിരുന്നു. എങ്കിൽ പോലും വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാളില് എന്നെ നീ അപമാനിതനാക്കല്ലേ എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇവിടെ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാപ്പാക്ക് സത്യമാർഗത്തിലേക്ക് വരാൻ ഉള്ള
മാനസികമായ സന്നദ്ധത ഉണ്ടാക്കണമേ എന്ന ഒരു തേട്ടം അതിലടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. എന്തായാലും ആ നാള് യൗമലായം മാലും വല ബനൂൻ, മക്കളും സമ്പത്തും ഒന്നും ഉപകരിക്കാത്ത ഒരു നാളാണ്. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിനെ തെളിഞ്ഞ ഹൃദയത്തോടു കൂടി സമീപിക്കുന്ന ഒരാളുടെ കാര്യത്തിലല്ലാതെ മക്കളും സമ്പത്തും ഒന്നും ഉപകരിക്കില്ലാത്ത ഒരു ഗതികെട്ട ഒരു ദിവസമാണ്. ആ നാളിൽ എന്നെ അപമാനിതനാക്കല്ലേ എന്നാണ് അള്ളാഹുവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയെ പരാമർശിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരിടത്തില് അള്ളാഹു ഇങ്ങനെ പറയുന്നത് കാണാം. സൂറത്തു തൗബയില് 114 ആയത്തില്, ഒമാക്കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം അലി അബീഹി, ഇബ്രാഹിമിന്റെ തന്റെ പിതാവിനായിട്ടുള്ള പ്രാർത്ഥന, പിതാവിനായിട്ടുള്ള പാപമോചനം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന, ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു, അദ്ദേഹം തന്റെ പിതാവിനോട് ചെയ്ത ഒരു വാഗ്ദാനം, ആ വാഗ്ദാനത്തെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ പ്രാർത്ഥന മാത്രമാണ്. എന്നാൽ ഫലമ്മ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ്, അദ്ദേഹം അള്ളാഹുവിന്റെ ശത്രുവാണ് എന്നത് അദ്ദേഹത്തിന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വ്യക്തമാക്കപ്പെട്ടപ്പോ തബറഅ മിൻഹു, ഇബ്രാഹിം അതിൽ നിന്ന് മുക്തനായി മാറി നിന്നു. പപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പിന്നീട് വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾ അള്ളാഹുവിനോട് പ്രഖ്യാപിത ശത്രുതയുമായി നടക്കുന്ന ആളാണ്. ഇയാള് സത്യം ഉൾക്കൊള്ളാൻ കൂട്ടാക്കുന്ന ആളല്ല. ഷാഢ്യത്തോടു കൂടി അസത്യത്തിൽ നിലക്കൊള്ളുന്ന നിഷേധിയായ ആളാണ്. അള്ളാഹുവിന് വഴിപ്പെടാനോ കീഴ്പ്പെടാനോ ഒന്നും കൂട്ടാക്കുന്ന ആളല്ല എന്ന കാര്യം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് തെളിമയോടെ വ്യക്തമാക്കപ്പെട്ടപ്പോ പിന്നെ ആ പ്രാർത്ഥന ഇബ്രാഹിം അലൈഹി ഇസ്ലാം തുടരുകയുണ്ടായില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് നടത്തിയ ആ പ്രാർത്ഥനയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറുകയുണ്ടായി എന്നാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇറാഖിലെ തന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഘട്ടത്തില് പിതാവുമായി വഴിപിരിയേണ്ടി വന്ന സന്ദർഭത്തില് വാപ്പായോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഒരു വാഗ്ദാനമാണ്. നിങ്ങൾ എന്നെ നാട്ടിൽ നിന്ന് അട്ടിപ്പുറത്താക്കിയാലും എന്നോട് എത്ര വലിയ ശത്രുതയും വിരോധവും കാണിച്ചാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിയുന്നത്. ഈ പ്രാർത്ഥന ഈ വാഗ്ദാനം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ പിതാവിനു വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചത് എന്നാണ് സൂറത്ത് തൗബയിലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ആയത്തില് അള്ളാഹു വ്യക്തമാക്കുന്നത്. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവ് ആ പ്രാർത്ഥനക്ക് അർഹതയുള്ള ആളല്ല. അയാള് അള്ളാഹുവിന്റെ പ്രത്യക്ഷ ശത്രു തന്നെയാണ് എന്ന വിധത്തിൽ കാര്യങ്ങൾ വ്യക്തമായതോടെ അങ്ങനെ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നതിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വയം മുക്തനായി ഒഴിഞ്ഞു മാറി എന്നാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ ഈ ആയാത്തുകൾ എല്ലാം ചേർത്ത് വെച്ചിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവിനു വേണ്ടിയുള്ള പ്രാർത്ഥന സ്വാഭാവികമായ ഒരു തേട്ടമാണ്. അത് അദ്ദേഹം തന്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിട്ടാണ്. എല്ലാ മനുഷ്യരും സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ അള്ളാഹുവിനെ വകവെക്കാൻ കൂട്ടാക്കാത്ത ആളുകളുടെ കാര്യത്തില് അവർക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന അർഹിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രത്യക്ഷത്തിൽ അള്ളാഹുവിന്റെ ശത്രുവായിട്ട് തന്നെ കഴിയുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ എന്നതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കി ഒരു ധാരണയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോ ആ കാര്യം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലേക്ക് വരികയാണ്. അപ്പോ ഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ, തുടർന്ന് പാരത്രിക ലോകത്ത് മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അള്ളാഹു വിവരിക്കുകയാണ്. അള്ളാഹുവിനെ തെളിഞ്ഞ ഹൃദയവുമായിട്ട് സമീപിക്കുന്നവരൊഴികെ ബാക്കി ആർക്കും തന്നെ തങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും
ഒരു പ്രയോജനവും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു വെച്ചല്ലോ മുകളിൽ. അന്ന് അള്ളാഹുവിന്റെ അടുക്കൽ തെളിഞ്ഞ ഹൃദയം ഉള്ള വിധത്തില് എത്തുന്ന ആളുകൾക്ക് മാത്രമാണ് എന്തെങ്കിലും പരിഗണന ലഭിക്കുക എന്നതാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം. അതിന് തുടർന്ന് അള്ളാഹു പറയുന്നത് ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, ദൈവഭക്തരായ സൂക്ഷ്മാലുക്കളായിട്ട് ജീവിച്ച ആളുകൾക്ക് സ്വർഗം അവർക്ക് വളരെ സമീപസ്ഥമായിട്ട് കാണിക്കപ്പെടുന്നു. അവരുടെ പ്രത്യക്ഷത്തിൽ അവരുടെ കൺമുന്നിൽ സ്വർഗം എത്തി നിൽക്കുന്നതായിട്ട് അവർക്ക് കാണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ സ്വർഗപ്രവേശനം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു മുന്നറിയിപ്പായിട്ട് ആ കാര്യം നേരത്തെ ഒരു സന്തോഷ വാർത്തയായി അവരെ അറിയിക്കുന്ന വിധത്തില് സ്വർഗം അവരുടെ മുന്നിലേക്ക് അടുപ്പിക്കപ്പെടുന്നു. അത് അവർക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രത്യക്ഷീഭവിപ്പിക്കപ്പെടുന്നു. ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കായിട്ട് ജന്നത്ത്, സ്വർഗീയ ആരാമങ്ങള് സമീപസ്ഥമായിട്ട് കാണിക്കപ്പെടുന്നു. അവർക്ക് വളരെ അടുത്ത് തന്നെയായിട്ട് അത് കാണാൻ അവസരം ഉണ്ടാകുന്നു. അതുപോലെ ബുരിസത്തിൽ ജഹീമുനിൽ ഗാബീൻ, പിഴച്ച ആളുകൾക്ക് നരകവും പ്രത്യക്ഷമായിട്ട് കാണിക്കപ്പെടുന്നു. ഗയ്യ് തെരഞ്ഞെടുത്ത തെറ്റായ മാർഗം, തെറ്റായ ജീവിത സരണി തെരഞ്ഞെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെയാണ് ഗാബീൻ എന്ന് പറയുന്നത്. ഗാബു എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചവർ എന്നാണ്. പിഴച്ച മാർഗം സ്വീകരിച്ച ആളുകൾക്ക് ജഹീമിന്, നരകത്തിന് പ്രത്യക്ഷമായിട്ട് കാണിക്കപ്പെടുന്നു. അവർക്ക് നരകത്തെയും കാണാൻ കഴിയുന്നു. വഖീല ലഹും, എന്നിട്ട് അവരോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം ഇതാണ് ആ ഘട്ടത്തിൽ. അയിന മാ കുന്തും തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ ആരാധ്യന്മാരൊക്കെ എവിടെ പോയി? അവരാരെങ്കിലും നിങ്ങളുടെ സഹായത്തിനായിട്ട് രംഗത്ത് വരുന്നുണ്ടോ? നിങ്ങൾക്ക് പിന്തുണ നൽകുന്നവരായിട്ട് ആരെങ്കിലും രംഗത്തുണ്ടോ? വഖീല ലഹും, അവരോട് പറയപ്പെടുന്നു, ചോദിക്കപ്പെടുന്നു, അയിന മാ കുന്തും തഅ്ബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടേതായ വിഗ്രഹങ്ങളും ആൾദൈവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി അവരൊക്കെയും തന്നെ? മാ കുന്തും തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നവയൊക്കെ എവിടെ പോയി? അൽ യൻസുറൂനക്കും, അവയാരെങ്കിലും നിങ്ങളുടെ സഹായത്തിനായിട്ട് എത്തുന്നുണ്ടോ? ഔ യന്തസുറൂൻ, അതല്ലെങ്കിൽ സ്വയം തന്നെ അവർക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ? അവരെ തന്നെ രക്ഷിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? അവര് നിങ്ങളുടെ സഹായത്തിനായിട്ട് ഓടിയെത്തുന്നുണ്ടോ? ഇതാണ് ആ പാരത്രിക ജീവിതത്തിന്റെ തുടക്കഘട്ടത്തില് നരകവും സ്വർഗവും സമീപസ്ഥമായി കാണിക്കപ്പെട്ട അവസ്ഥയിൽ മുത്തഖികൾക്ക് സ്വർഗം കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയും ഗാബൂന്, പിഴച്ച മാർഗം സ്വീകരിച്ച ആളുകൾക്ക് നരകം അവരുടെ ദൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ഘട്ടത്തില് അവരോട് ചോദിക്കപ്പെടുന്ന ചോദ്യമാണിത്. അതിനെ തുടർന്ന് ഫഖുബ്കിബു ഫീഹ ഹും വൽ ഗാബൂൻ, എന്നിട്ട് അല്ലാഹു പറയുന്നത് അതിനെ തുടർന്ന് അവരും അതുപോലെ തന്നെ പിഴച്ച ആളുകളൊക്കെയും തന്നെയും ഈ ആരാധ്യന്മാരായിരുന്ന ദൈവങ്ങളായിട്ട് ഈ പൂജിക്കപ്പെട്ടിരുന്നവയെയും അതുപോലെ അവരെ പിൻപറ്റിയിരുന്ന വഴിപിഴച്ച ആളുകളെയും വീഴ്ത്തപ്പെടുന്നതാണ് ആ ഘട്ടത്തിൽ. അവരെ മാത്രമല്ല വജുനൂദു ഇബ്ലീസ അജ്മഊൻ, ഇബ്ലീസിന്റെ മുഴുവൻ പടയെയും, ഇബ്ലീസിന്റെ മുഴുവൻ അനുയായികളായ ഇബ്ലീസിന്റെ സേനയും, ഇബ്ലീസിന്റെ അനുയായികളായി നിലകൊള്ളുന്ന ഇബ്ലീസിന്റെ സേവകന്മാരായിട്ടും പടയാളികളായിട്ടും ഒക്കെ നിലകൊള്ളുന്ന മുഴുവൻ ആളുകളെയും അവരുടെ ആരാധ്യന്മാരെയും വഴിപിഴച്ച മാർഗം സ്വീകരിച്ച മുഴുവൻ ആളുകളെയും അവിടെ വീഴ്ത്തപ്പെടുന്നു. നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫഖുബ്കിബു ഫീഹ, അതിലേക്ക് തള്ളിയിടപ്പെടുന്നു അല്ലെങ്കിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നു. അതിന്റെ അടിത്തട്ട് തൊടുന്ന വിധത്തില് അതിലേക്ക് ഉന്തിയിടപ്പെടുന്നു. ആരൊക്കെയാണ് നരകത്തിലേക്ക് ഉന്തിയിടപ്പെടുന്നത്? ഹും, ഈ ആരാധ്യന്മാരൊന്നാമത്.
ഈ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും ആൾദൈവങ്ങളും ഒക്കെയായിട്ട് അള്ളാഹുവിന്റെ സ്ഥാനത്ത് ആരാധിക്കപ്പെട്ടിരുന്ന സകലതിനെയും നരകത്തിലേക്ക് എടുത്തിടപ്പെടുന്നു. അതുപോലെ വൽ ഗാവൂൻ, വഴിപിഴച്ചവരെയും, മാത്രവുമല്ല ഇബ്ലീസിനെ പിൻപറ്റി ഇബ്ലീസിന്റെ മുഴുവൻ സൈന്യത്തെയും നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ഖാലൂ വഹും ഫീഹ യഖ്തസിമൂൻ, അങ്ങനെ നരകത്തില് അവര് പരസ്പരം വിദ്വേഷം കാണിച്ചുകൊണ്ടുള്ള തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അവിടെ ഒരു സ്വരച്ചേർച്ചയോ പരസ്പര ബഹുമാനമോ ധാരണയോ ഒന്നുമല്ല ഉള്ളത്. അവര് പരസ്പരം വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വഹും ഫീഹ യഖ്തസിമൂൻ, തർക്കത്തിൽ ഏർപ്പെടുന്നവരായിക്കൊണ്ട് അവര് അവിടെ ചോദിക്കും, അല്ലെങ്കിൽ അവിടുന്ന് പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അവരേറ്റു പറയുകയാണ്, അള്ളാഹുവാണ്, ഞങ്ങള് വളരെ വ്യക്തമായിട്ടും പിഴച്ച വഴിയിൽ തന്നെയായിരുന്നു എന്നതാണ് അവർ പറയുന്നത്. തല്ലാഹി, അള്ളാഹുവാണ്, ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, എല്ലാ നിലക്കും ഞങ്ങള് വളരെ തെളിഞ്ഞ വ്യക്തമായിട്ടും പിഴച്ച വഴിയിൽ ദുർമാർഗത്തിൽ തന്നെയായിരുന്നു എന്നതാണ് അവർ പറയുന്നത്. ആരോടാണ് പറയുന്നത്? ഇവര് ആരാധ്യന്മാരായി സ്വീകരിച്ചിരുന്ന ഇവരുടെ ആരാധനാപാത്രങ്ങളോടാണ് അവർ പറയുന്ന കാര്യം. അതിന്റെ തുടർച്ച ഇതാണ്, ഇത് നുസവ്വീകും ബി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനോട് നിങ്ങളെ തുല്യരായി കണ്ട ഘട്ടത്തിൽ ഞങ്ങള് തികച്ചും പിഴച്ചു പോയവരായിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ ഏറ്റു പറയുന്നത്. എന്ന് പറഞ്ഞ ഈ വിഗ്രഹങ്ങളും ആൾദൈവങ്ങളും അള്ളാഹു അല്ലാതെ പൂജിക്കപ്പെട്ടിരുന്ന സകലതും അവയോടായിട്ട് പറയുന്നത്, നിങ്ങളെ ഞങ്ങള് ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിന് തുല്യരായിട്ട് കണ്ടു. അള്ളാഹുവിനോട് തുല്യതയുള്ളവരായിട്ട് നിങ്ങളെ ഞങ്ങൾ കണ്ട ആ കാര്യമുണ്ടല്ലോ, ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആ പ്രവൃത്തി, അത് വളരെ വളരെ വ്യക്തമായിട്ടും മാർഗം പിഴച്ചുപോയ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. നിങ്ങളെ ഞങ്ങൾ ഒരു കാരണവശാലും പ്രപഞ്ചങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ തുല്യരായിട്ട് കണ്ട് നിങ്ങളെ ആരാധിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പിഴവായിപ്പോയി എന്നാണ് തർക്കങ്ങൾക്കിടയിൽ അവര് അവരുടെ ആരാധ്യന്മാരായ ആളുകളോട് പറയുന്നത്. അവര് നേരത്തെ ആരെയൊക്കെ പൂജിച്ചിരുന്നോ, ആരെയൊക്കെ ആരാധിച്ചിരുന്നോ, അവരോടൊക്കെ ആയിട്ട് പറയുന്ന കാര്യം ഇതാണ്, തീർച്ചയായിട്ടും നിങ്ങളെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് കണ്ടത് ഞങ്ങൾ നോക്കി കണ്ടല്ലോ, അള്ളാഹുവിനെ പോലെ അള്ളാഹുവിനോടൊപ്പം എന്നൊക്കെയുള്ള നിലക്ക് നിങ്ങൾക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ ആരാധിച്ചല്ലോ, അത് വല്ലാത്തൊരു വഴിപിഴക്കലായി പോയി എന്നാണ് അവര് ഏറ്റുപറയുന്നത്. ഇത് നുസവ്വീകും ബി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥന് തുല്യരാണ് നിങ്ങൾ എന്ന നിലക്ക് നിങ്ങളെ ഞങ്ങൾ നോക്കിക്കണ്ട ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ നടപടി, അത് വല്ലാത്തൊരു പിഴവായി പോയി എന്നാണ് അവര് സ്വയം തിരിച്ചറിവോടുകൂടി ഏറ്റുപറയുന്നത്. അവര് ആ ആരാധ്യന്മാരോട് സംസാരിക്കുന്ന വിധത്തിലാണ് ആ ഘട്ടത്തിൽ അവര് അത് പറയുകയും ചെയ്യുന്നത്. ഈ പാരത്രിക ജീവിതത്തിന്റെ തുടക്കഘട്ടത്തിലുള്ള നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ആ സന്ദർഭത്തില് അവര് പരസ്പരം കണ്ടുമുട്ടുമ്പോ പറയുന്ന കാര്യമാണ്, നിങ്ങളെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നോക്കിക്കണ്ട ഞങ്ങളുടെ നടപടി വല്ലാത്തൊരു അബദ്ധമായിപ്പോയി എന്ന് അവര് സ്വയം പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ സംഭാഷണം അവിടെ അവസാനിക്കുന്നില്ല. അതിന്റെ തുടർഭാഗം വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ചില ചോദ്യങ്ങള് ചിന്മയ എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 1, 2, 3, 4, 5 6 കമന്റ്സ് ആയിട്ടാണ് അതുള്ളത്. അതിൻ്റെയൊക്കെ ആകത്തുക ഒന്ന് തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ നിങ്ങളെ അത് ഒന്ന് ജസ്റ്റ് കേൾപ്പിക്കുകയും അതിനോട് വളരെ സംക്ഷിപ്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. വിഗ്രഹങ്ങളെ പറ്റി
ഖുർആൻ പറയുന്നത് വിഗ്രഹങ്ങൾ ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിവില്ലാത്തതാണ് എന്നാണ്. ഈ ചോദ്യം വലിയ യുക്തിഭദ്രമാണെന്ന് ആണ് ഇസ്ലാം കൊട്ടിഘോഷിക്കുന്നത്. വിഗ്രഹങ്ങൾക്ക് ഗുണമോ ദോഷമോ അല്ലെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ആണ് വലിയ കാര്യമായിട്ട് ഖുർആൻ പറയുന്നത് എന്നതാണ് ഇയാൾ പറയുന്നത്. തുടർന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കൊണ്ടും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമോ ഉപദ്രവമോ ഉണ്ടോ? ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ പോലും ഇസ്രായേലിനെ ഉപദ്രവിക്കാനോ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഫലസ്തീനെ സഹായിക്കാനോ അള്ളാഹുവിന് കഴിഞ്ഞോ? ഇവിടെ സമാന യുക്തി എന്താണ് നൽകുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇദ്ദേഹം നിഷേധിക്കുന്നത് ആരെയാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാത്ത ഒരു സംഗതി. എല്ലാ ദൈവവിശ്വാസികളും വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ ദൈവവിശ്വാസികളും ഉൾക്കൊള്ളുന്ന വിശ്വസിക്കുന്ന ഒരു പരബ്രഹ്മമുണ്ട്, പ്രപഞ്ചങ്ങളുടെ സ്രഷ്ടാവായ റബ്ബ്. ആ റബ്ബിനെയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്ന നിലക്ക് പരാമർശിക്കുന്നത്. ഇത് ഞാൻ പലതവണ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ റബ്ബാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്, ഇവിടെയുള്ള സകല സംവിധാനങ്ങളുടെയും ഉപജ്ഞാതാവ് എന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും, എക്സ് എന്നോ വൈ എന്നോ, അറബി ഭാഷയിലെന്നോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഭാഷയിൽ നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും അങ്ങനെ ഒരു സ്രഷ്ടാവ് ഉണ്ടോ ഇല്ലേ എന്ന കാര്യം നിങ്ങൾ തീരുമാനിച്ചോളൂ. പക്ഷെ ആ സ്രഷ്ടാവിന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ അസ്തിത്വം, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ സംഗതിയുടെയും അസ്തിത്വം, ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് ഇവയ്ക്കൊക്കെ ഒരു ആസൂത്രകനായ സ്രഷ്ടാവുണ്ട് എന്ന പച്ച പരമാർത്ഥമാണ്. ആ ശക്തിയെ നിങ്ങൾ അറബി ഭാഷയിൽ അള്ളാഹു എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നിങ്ങൾ ആ ശക്തിയെ പരാമർശിച്ചുകൊണ്ട് എന്ത് പേര് വിളിച്ചാലും നല്ല പേരുകളെ അവനെ വിളിക്കുകയുള്ളൂ. ആ നല്ല പേരുകളൊക്കെയും അവൻ്റേത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യവും അതാണ്. ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന എന്നാണ്. എല്ലാ ഉത്തമ നാമങ്ങളും അവൻ്റേതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അതിന്റെ പേരല്ല പ്രശ്നം. പിന്നെ ഇവിടെയുള്ള വിഗ്രഹങ്ങൾ, ഈ വിഗ്രഹങ്ങളുടെ ചരിത്രം നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാവുന്നതാണ്. അത് ആരൊക്കെയോ ഉണ്ടാക്കി എടുത്തിട്ടുള്ള, രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതിന്റെ മുമ്പ് അത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന ചില പദാർത്ഥങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നുകിൽ ലോഹമായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഒരു മരത്തടി ആയിരിക്കണം, അതും അല്ലെങ്കിൽ മണ്ണോ കല്ലോ ഒക്കെ ആയിരുന്നിരിക്കണം. അതാണ് ഒരു വൈദഗ്ധ്യമുള്ള ഒരാള് രൂപം നൽകിയിട്ട് ഉണ്ടാക്കി അതിനെ ദൈവം എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരുപോലെയാണ് എന്നാണോ നിങ്ങൾ സങ്കല്പിക്കുന്നത്? അതില് അടങ്ങിയിട്ടുള്ള വിഷയം അതാണ്. ഇതിന് ഈ വിഗ്രഹങ്ങളുടെ കാര്യത്തില് എന്നുണ്ടായി എന്നത്, അതെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ ഉപകരിച്ച ധാതുക്കളെയും പദാർത്ഥങ്ങളെയും പോലും സൃഷ്ടിച്ചവനായ റബ്ബാണ് പ്രപഞ്ചങ്ങളുടെ നാഥൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചങ്ങളുടെ നാഥൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നില്ലേ? ഈ ചോദ്യം ഉന്നയിച്ച ആൾ ഇവിടെ ജീവിക്കുന്നു, അയാൾ ശ്വസിക്കുന്നു, അയാൾ ഭക്ഷണം കഴിക്കുന്നു, അയാൾ കുടിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ആരോ ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹം ചെയ്തതാണ് എന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത്? ഈ വിഗ്രഹം ഉണ്ടാക്കാൻ പ്രയോജനപ്പെടുത്തിയ വസ്തുക്കൾ പോലും ഇവിടെ നേരത്തെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ അതൊക്കെയും ഒരുക്കി വെച്ചിട്ടുള്ള സൃഷ്ടാവായ റബ്ബിനെ കുറിച്ചാണ് അള്ളാഹു എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. അപ്പോ ഇവിടെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പോലും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇടപെടുന്നില്ല, ഫലസ്തീനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നില്ല എന്നതൊക്കെയാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അങ്ങനെ ഈ ഭൗതിക ലോകത്ത് അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാക്കിക്കൊണ്ട് സത്യവിശ്വാസം ഉൾക്കൊണ്ടവരെ അങ്ങ് സഹായിക്കാം എന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാണ് ഒരു പരീക്ഷണം? അള്ളാഹു മനുഷ്യ ജീവിതം നൽകിയിട്ടുള്ളത്, മരണവും ജീവിതവും എന്ന പ്രതിഭാസത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് തന്നെ
മനുഷ്യൻ എന്തുമാത്രം പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ടവരായി മാറുന്നു, എന്നിട്ട് നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഖുർആൻ വ്യക്താക്കിയിട്ടുണ്ട്. അപ്പോ അള്ളാഹു സത്യം ഉൾക്കൊണ്ട ആളുകളോട് പക്ഷം ചേർന്നുകൊണ്ട് അങ്ങ് ആക്ട് ചെയ്ത് മറ്റവരെ അടിച്ചിരുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ വക ഏറ്റുമുട്ടലുകളുടെയോ സംഘർഷങ്ങളുടെയോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെതായ ആയ സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ആവശ്യം തന്നെ ഇല്ല. ആളുകൾ ആരും തന്നെ നിഷേധികളാകാനും പോകുന്നില്ല. ഇവിടുത്തെ ജീവജാലങ്ങൾ എല്ലാവരും അള്ളാഹുവിന് വിധേയപ്പെട്ട് കഴിയുന്നില്ലേ? ആരെങ്കിലും പടച്ച തമ്പുരാനോട് ധിക്കാരം കാണിക്കുന്നുണ്ടോ? ഇതേപോലെ ഒരു സ്പീഷീസ് ആയിട്ട് മനുഷ്യനെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇവിടെ വിഷയം അതല്ല. നമ്മളെ നമ്മളായി സൃഷ്ടിക്കാൻ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞതാണ് നേരത്തെ. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നതും ഈ വക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതും ഒക്കെ. അതില് മാറ്റം വരുത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒരു സംഗതിയല്ല. ദൈവിക നിശ്ചയം ഇങ്ങനെ ഇച്ഛാസ്വാതന്ത്ര്യത്തോടു കൂടി ഒരു മാർഗം തെരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ആര്, ധിക്കാരം കാണിച്ചുകൊണ്ട് പിന്മാറി കളയുന്നവൻ ആര് എന്നത് വേർതിരിച്ച് മനസ്സിലാക്കുന്ന വിധത്തില് മനുഷ്യന് പരീക്ഷണത്തിന് വിധേയമാക്കുക എന്നതാണ് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യം. അതിന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങളും ഞാനും ഇവിടെ ഈ വക സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിക്കുന്നത്. അതില് അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രക്രിയ പ്രവർത്തനക്ഷമമാവും. അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോ മറ്റൊന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതൻ മരണപ്പെട്ടത് എന്തോ വിഷം ഉള്ളിൽ ആയിരുന്നല്ലോ വഫാത്തായത്. ഇന്നായിരുന്നെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയേനെ. അത് അള്ളാഹു അങ്ങനെ ഒരു ഇടപെടലും നടത്താതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിഷം തീണ്ടിയിട്ടാണ് മരണം ഏറ്റുവാങ്ങിയത് എന്നത് തന്നെ ഒരു അബദ്ധമാണ്. അത് ചരിത്രപരമായി അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയേ അല്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ വിഷം കൊടുക്കാൻ ശ്രമിച്ച ഒരു സംഭവം ചരിത്രത്തിൽ പറയുന്നുണ്ട് എന്നത് വേറെ ഒരു കാര്യം. അത് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമേ അല്ല. അത് അദ്ദേഹത്തിന് അയച്ചിട്ടുമില്ല. അള്ളാഹു അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയിട്ടുമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമടയുന്നത് അങ്ങനെ വിഷമേറ്റിട്ടോ ആരെങ്കിലും അദ്ദേഹത്തെ ചതിയിലകപ്പെടുത്തിക്കൊണ്ടോ ഒന്നുമല്ല. സ്വാഭാവികമായ അറിയിപ്പോടുകൂടിയുള്ള മരണം സംഭവിച്ചതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോ ഒരു ഇടപെടലും ഇനി ഏതെങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അതുപോലെ വേറെ ഏതെങ്കിലും പ്രവാചകനോ മരിക്കേണ്ടത് അങ്ങനെ വിഷബാധ ഏറ്റിട്ടാണ് എന്നതാണ് അള്ളാഹു തീരുമാനിച്ചതെങ്കിൽ അതങ്ങനെ സംഭവിക്കും. അത് നേരത്തെ വധിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട്. ഈർച്ചവാള് കൊണ്ട് ഈർന്നെടുക്കപ്പെട്ട വിധത്തിൽ മരിച്ചുപോയ പ്രവാചകന്മാരൊക്കെ ചരിത്രത്തിലുണ്ട്. പല വിധത്തിലുള്ള ക്രൂരതകൾ ഏറ്റുവാങ്ങിയത്. ഇതൊന്നും ഉണ്ടാവുകയില്ല എന്നതല്ല അള്ളാഹു സത്യത്തെ പിന്തുണക്കുന്നതിന് അതിന് നിശ്ചയിച്ച അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വിധത്തിൽ ഈ ഭൂമുഖത്തെ ജീവിതത്തെ സംവിധാനിച്ചിട്ടുള്ളത് ഇതൊന്നും ഇല്ലാത്ത വിധത്തിലല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തില് അദ്ദേഹത്തിന്റെ മരണം അങ്ങനെ ഒരു സംഭവമായിരുന്നില്ല എന്നതാണ് വസ്തുത. അത് തെറ്റായ ഒരു വിവരണമാണ്. മറ്റൊന്ന്, അള്ളാഹു ആരുടെയും വായിൽ ഭക്ഷണം കൊടുക്കുകയില്ല. അതിന്റെ മുകളിൽ തന്നെ ചോദിച്ച വൈദ്യശാസ്ത്രം വികസിച്ച ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയുമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് വൈദ്യശാസ്ത്രവും മരുന്നും ഒക്കെ ഉണ്ടാവുന്നത് പ്രയോജനകരമാവുന്നത് അള്ളാഹുവിന്റെ സഹായം കാരണമായിട്ടാണ്. അതിനു വേണ്ട വസ്തുവകകൾ, അതിനു വേണ്ട ധാതുക്കള്, രാസപദാർത്ഥങ്ങളും ഒക്കെ ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് ആരാണ്? അതിനു വേണ്ട വിധത്തിലുള്ള സാങ്കേതിക വളർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുക്കിയത് ആരാണ്? ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ ഭൂമിയിൽ ഉള്ള സാധ്യതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു സംഗതി നമുക്ക് കണ്ടെത്താൻ പറ്റിയതും അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയതും. നൂറ്റാണ്ടുകൾ മനുഷ്യർ ഭൂമുഖത്ത് ജീവിച്ചിട്ട് എത്രയോ കാലങ്ങൾ പിന്നിട്ടിട്ട് മാത്രമാണല്ലോ അതിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്.
അത് തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊണ്ടുവന്നത് കൊണ്ടാണ്. അത് അള്ളാന്റെ നിശ്ചയത്തിന്റെ ഭാഗമായിട്ടാണ്. തീർത്തും അസാധ്യമായ ഒരു സംഗതിയല്ല നമ്മളിവിടെ കണ്ടെത്തുന്നത് ഒന്നും തന്നെ. ഇവിടെയുള്ള സാധ്യതകളെ, അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള സാധ്യതകളെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അത് കണ്ടെത്താൻ വേണ്ട ബുദ്ധി, സൗകര്യം, സാഹചര്യം, അതിനു വേണ്ട ചുറ്റുപാടുകള് ഒക്കെ ഒരുക്കി തരുന്നത് ആരാണ്? ഇതിലൊക്കെ തന്നെ അള്ളാഹുവിന്റെ ഇടപെടലും അള്ളാഹുവിന്റെ ആസൂത്രണവും ഉണ്ട് എന്നതാണ് വസ്തുത. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് സാധിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഇതൊന്നും തന്നെ. വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയായാലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും അത് ദൈവികമായ ആസൂത്രണത്തിന്റെ ഫലമായിട്ട് മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ആരുടെയും വായിൽ ഭക്ഷണം കൊടുക്കുന്നില്ല. ആധുനിക സംവിധാനങ്ങൾ മനുഷ്യർക്ക് കുഴലിട്ട് വയറ്റിൽ വരെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതും ദൈവികമായ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന് അങ്ങനെയുള്ള സംഗതികൾ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചത് അതിനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് കൊടുത്തത് കൊണ്ടും അതിനു വേണ്ട സാഹചര്യങ്ങള് പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചത് കൊണ്ടും മാത്രമാണ്. അതുപോലെ മറ്റൊരു സംഗതി, നാഥൻ സൃഷ്ടിച്ചു, മാർഗദർശനം നൽകി, പരിപാലിച്ചു, രോഗമുക്തി നൽകി എന്നതൊക്കെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വെറും യുക്തിരഹിതമായ അവകാശവാദങ്ങൾ മാത്രമല്ലേ എന്നാണ്. ഇത് നിങ്ങളാണ് അവകാശപ്പെടുന്നതെങ്കിൽ അങ്ങനെയൊക്കെയാണ്. കാരണം നമുക്കറിയാം നിങ്ങൾക്ക്, എനിക്ക്, എന്നെ പോലെയുള്ളവർക്കോ നിങ്ങളെ പോലെയുള്ളവർക്കോ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് എന്ന്. എന്നാൽ നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ച റബ്ബാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നതിൽ യാതൊരു അയുക്തികതയും ഇല്ല. കാരണം എനിക്ക് വായ തുറക്കുമ്പോ വായിൽ ഭക്ഷണം സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ വായ തയ്യാറാവണില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഉണക്കമട പോലെയുള്ളതാണ് നിങ്ങളുടെയും എന്റെയും വായ എങ്കിൽ ആരെങ്കിലും ഭക്ഷണം വായിലിട്ട് എന്നാൽ അത് സ്വീകരിക്കാൻ കഴിയും? ഒരു തരി നമ്മളിപ്പം ഒരു ഭക്ഷണത്തിന്റെ ഒരു കണിക വായിലിട്ടാൽ തന്നെ അത് ഭയങ്കര വേദനയും അസ്വസ്ഥതയുമായി മാറൂലേ? നമ്മുടെ നാവിന്, ചുണ്ടുകൾക്ക് ഒക്കെ തന്നെ ഈർപ്പം നൽകുന്ന വിധത്തില് സലൈവ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കാണുന്നില്ല നിങ്ങൾ? അത് നിങ്ങളാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതോ ഈ സൃഷ്ടിപ്പിന്റെ ഭാഗമായിട്ട് അള്ളാഹു വെച്ചതോ? എത്ര നമുക്ക് രുചികരമായ ഭക്ഷണമാണെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ നമ്മളെ വായയും ചുണ്ടുകളും സജ്ജമാക്കപ്പെടുമ്പോഴല്ലാതെ അത് സ്വീകരിക്കാൻ കഴിയും. നമ്മുടെ തൊണ്ടയിലൂടെ അത് ഇറങ്ങിപ്പോകുന്നത് ഒരു സുഖകരമായ ഒരു അനുഭവമായിട്ട് മാറും. ആരാണ് നമ്മുടെ തൊണ്ടയിലൂടെ ഭക്ഷണത്തിന്റെ ഉരുളകള് ഇറങ്ങിപ്പോകുന്നതിനെ ഒരു സുഖകരമായ അനുഭൂതി നൽകുന്ന അനുഭവമാക്കി വെച്ചിട്ടുള്ളത്? അത് നിങ്ങൾ സ്വയം ചെയ്തതാണോ അതോ സൃഷ്ടിപ്പിൽ തന്നെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതാണോ? അപ്പോ വയറ്റിലേക്ക് ഭക്ഷണം കുഴലിലൂടെ ഇട്ട് കൊടുക്കുന്ന വൈദ്യശാസ്ത്രം അങ്ങനെ ഒരു സാധ്യത തുറന്നു വെച്ചത് തന്നെ വായിൽ ഉമിനീര് പൊടിയാൻ സംവിധാനം ചെയ്ത റബ്ബിന്റെ തന്നെ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് പ്രപഞ്ചനാഥനെ കണ്ടെത്താൻ ഇതുകൊണ്ടൊന്നും സാധിക്കുന്നില്ലെങ്കിൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ അടുക്കൽ ചിന്താപരമായ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ലോഹം കൊണ്ടോ ഉണ്ടാക്കി വെച്ച വിഗ്രഹത്തിന് ഒരു ചരിത്രമുണ്ട്. അത് എന്നുണ്ടായി എന്നതും എന്ന് നശിച്ചു പോവും എന്നതും ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലോകത്ത് എത്രയോ വിഗ്രഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോ ഇല്ല. അതൊക്കെ പൊടിപൊടിയായി മണ്ണിന്റെ ഭാഗമായി പോയിട്ടുണ്ട്. എത്രയോ വിഗ്രഹങ്ങള് ഇപ്പൊ പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നുണ്ട്, കുറച്ചു കാലം നിലനിൽക്കും, അത് പിന്നീട് നശിച്ചു മണ്ണിന്റെ ഭാഗമായിട്ട് മാറും. ഇതിനെയാണോ നിങ്ങൾ ദൈവം എന്ന് പറയുന്നത്? അതോ ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിൽ നിങ്ങളെ കയ്യിനെ രൂപകൽപ്പന ചെയ്ത ആ റബ്ബുണ്ടല്ലോ, അവനെയാണോ ദൈവമായിട്ട് നിങ്ങൾ കാണേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് കൈയിന്റെ വിരലുകളെ ആ വിധത്തിൽ മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് വല്ലതൊക്കെ ഉരുട്ടി ഉണ്ടാക്കാൻ പറ്റുന്നത്. അതേപോലെയുള്ള സംഗതികള് നിങ്ങള് ഇത് ആരെ ആശ്രയിച്ചിട്ടാണ്, ആരുടെ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ നിർമ്മിക്കപ്പെടുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വേച്ഛാധിപതികളും ധിക്കാരികളും വിശ്വാസികളെ പീഡിപ്പിച്ചു എന്നത് അള്ളാഹു വിഗ്രഹങ്ങൾ പോലെ തന്നെ ഒരു ഗുണവും സഹായവും ആർക്കും നൽകാൻ കഴിയാത്ത ഒന്നാണ് എന്നതിന് ഏറ്റവും പറ്റിയ യുക്തിഭദ്രമായ തെളിവല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ സ്വേച്ഛാധിപതികള്, ധിക്കാരികള്, ക്രൂരന്മാരൊക്കെ ചെയ്യുന്ന സംഗതികള് ഉടനടി അങ്ങ് ചാടി ഇടപെട്ട് അവസാനിപ്പിക്കണം എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം തന്നെ എന്തിനാണ് സ്വേച്ഛാധിപതികളായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്?
ധിക്കാരികളായിട്ട് അവരെ വളരാൻ വിട്ടത് എന്തിനാണ്? ദൈവത്തിന് അങ്ങനെയുള്ള ആളുകളെ നേരത്തെ മനസ്സിലാക്കിയിട്ട് അവരെ ഇല്ലാണ്ടാക്കിയ പോരെ. എന്നാ പിന്നെ സുഖസുന്ദരമായി നിങ്ങൾക്കും എനിക്കൊക്കെ ഇവിടെ ഏത് ധിക്കാരികൾക്കും ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റുമായിരുന്നില്ലേ? അങ്ങനെ ജീവിക്കാൻ, അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹ് ഉദ്ദേശിച്ചത് നിങ്ങളെ എന്നെയൊക്കെ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേറെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെയും എന്നെയും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ ഒരു ധിക്കാരിയെ തടയിടാൻ ഒരു സെക്കൻഡ് വേണം, ആവശ്യമില്ലല്ലോ. ആ ധിക്കാരി ജനിക്കേണ്ടെന്ന് പോലും തീരുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതൊന്നും നിങ്ങൾ ഉന്നയിക്കുന്നത് ഒരു വളരെ വളരെ ബാലിശമായ കാര്യങ്ങളാണ്. ഈ പ്രപഞ്ചം എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളും ഞാനും ഈ ഭൂമുഖത്ത് ജീവിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.